ജംനാപ്യാരി വെറുമൊരു ആടല്ല. കാണാതായ ആടിന് പിന്നാലെ CBIയെ വെല്ലുന്ന അന്വേഷണം നടത്തിയ കാസർഗോഡ് കുമ്പളയിലെ സഹോദരങ്ങളുടെ കഥ. ഇവരുടെ വാശിയും നിശ്ചയദാർഢ്യവും കൊണ്ട് പിടിയിലായത് കർണാടകയിലെ സ്ഥിരം ആട് മോഷ്ടാക്കളും. ഇത് വെറുമൊരു കഥയല്ല, പോലീസിനെ പോലും ഞെട്ടിച്ച കാസർഗോഡ് കുമ്പളയിലെ ഒരു സംഭവമാണ്. നവംബർ 1-ാം തീയതി നമ്മുടെ ഒരു വലിയൊരു ബീറ്റലാട് ഇവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 പ്രാവശ്യം ഞങ്ങൾ അന്വേഷിച്ചു. 2-ാം തീയതി വരെ അന്വേഷിച്ചു. 1-ാം തീയതിയാണ് മിസ്സായത്. അപ്പോൾ ഇവിടുന്ന് ഒരു ന്യൂസ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ്, ഒരു 12 വയസ്സുള്ള ഒരു കുട്ടി ബിസ്ക്കറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുത്തിട്ട് കൊണ്ടുവന്നായിട്ട് കണ്ടത്. അങ്ങനെ ആ തൊട്ടടുത്ത വീട്ടിൽ CCTV ഉണ്ടായിരുന്നു. CCTV ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു കുട്ടി ബിസ്ക്കറ്റ് കൊടുത്തിട്ട് കൊണ്ടുവന്നത് കണ്ട്. അങ്ങനെ 2-ാം തീയതി കുമ്പള സ്റ്റേഷനിൽ പോയി ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ അവർ ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞെങ്കിൽ ചെറിയ കുട്ടിയല്ലേ, ഈ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ചുറ്റുപാട് നിങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. CCTV ദൃശ്യങ്ങളും ഫോൺ കോളുകളും ടോൾ പ്ലാസ വിവരങ്ങളും ശേഖരിച്ച് കാസർഗോഡ് കുമ്പള സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്ന KB അബ്ബാസും കുടുംബവും 4 മാസമാണ് പ്രതികൾക്കായി അന്വേഷണം നടത്തിയത്. അങ്ങനെ ചുറ്റുപാട് അന്വേഷിച്ച് ഇതൊന്നും കിട്ടിയില്ല. ഇന്ന് 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ഈ വാട്സാപ്പിൽ കൊണ്ടുവന്ന ദൃശ്യം എല്ലാം ഇതിൽ ഞാൻ സെൻഡ് ചെയ്ത് ഗ്രൂപ്പിൽ. അപ്പോൾ ഒരു ദിവസം രാത്രി എനിക്ക് ഉപ്പളയിൽ നിന്ന് അമ്മി എന്ന് പറയുന്ന ഒരാൾ എനിക്ക് വിളിച്ച് വെച്ച് നിങ്ങളെ ആട് പയ്യൻ എന്നെ കൊണ്ടുപോയതാ, അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ എനിക്ക് അയച്ചു തന്നെങ്കിൽ ആ പയ്യനെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ബിസ്ക്കറ്റ് വാങ്ങിയ കടയുണ്ട്, അവിടെ കാണിച്ചിട്ട് ഞാൻ കൺഫേം ചെയ്യാം. അങ്ങനെ ആ ഫോട്ടോ എനിക്ക് അയച്ചു തന്ന് ഞാൻ പിറ്റേ ദിവസം രാവിലെ ആ ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് ആ ഷോപ്പുകാരനോട് കാണിച്ചു, ഇന്നലെ ബിസ്ക്കറ്റ് വാങ്ങിയ കുട്ടി തന്നെയാണ്, ഇതേ കുട്ടിയാണെന്ന് പറഞ്ഞു. പിന്നെ അവിടെ വേറെ 1-2 പണിക്കാർ കണ്ടിരുന്നു, അവരോടും കാണിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ഇതേ കുട്ടിയാണ് കൊണ്ടുപോയത്. അങ്ങനെ ഞാൻ തിരിച്ച് അവനോട് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ അതേ കുട്ടി എന്നെ കൊണ്ടുപോയത്. പിന്നെ ആ കുട്ടിയുടെ സ്ഥലം എവിടെ നിൽക്കുമ്പോൾ അവന് പറഞ്ഞ് ഒരാഴ്ച മുമ്പ് എൻ്റെ ആട്ടിന് ഇതേപോലെ ബിസ്ക്കറ്റ് കൊടുക്കുന്ന കണ്ട് വേറെ ആൾ വിളിച്ച് പറഞ്ഞപ്പോൾ ഈ ചെക്കന് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് കൊണ്ടുവന്ന കണ്ട്. അപ്പോൾ ഈ ചെക്കനെ പിടിച്ച് ഉപ്പളയിലെ കൺട്രോൾ റൂം കൊടുത്തു. മോഷണത്തിന് ബിസ്ക്കറ്റ് ആയുധമായി, ഒടുവിൽ ബിസ്ക്കറ്റ് തന്നെ തെളിവായി. ആ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ 13 വയസ്സുള്ള ബാലൻ ബിസ്ക്കറ്റ് പാക്കറ്റുമായി ആടിനടുത്തേക്ക് വരുന്നു. ആടിന് ബിസ്ക്കറ്റ് നൽകുന്നു. വീണ്ടും ബിസ്ക്കറ്റ് ലഭിക്കുമെന്ന് കരുതിയ ആടുകൾ ബാലന് പുറകെ പോകുന്നു. ഒടുവിൽ ആളുകളുടെ കൺവെട്ടത്തിനുമൊപ്പം നിർത്തിയിരിക്കുന്ന മോഷ്ടാക്കളുടെ വാഹനത്തിൽ ഈ ആടുകളെ പിടിച്ചു കയറ്റുന്നു. അപ്പോൾ അവിടുന്ന് ഒരു 5 മണിയാകുമ്പോൾ അവൻ്റെ ഉമ്മ അവിടെ വന്ന് ഈ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോയി. അവന് ആട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഉമ്മ രാവിലെ വരുമ്പോൾ എല്ലാ വീട്ടിലിങ്ങനെ വാങ്ങാൻ പോകുന്നു പറഞ്ഞു, പൈസ വാങ്ങാൻ. അപ്പോൾ രാവിലെ വരുമ്പോൾ ബസ് സ്റ്റാൻഡിൽ ചെക്കനെ നിർത്തിയിട്ട് ഇവനെ ഞാൻ ബിസ്ക്കറ്റ് കഴിക്കാൻ പൈസ കൊടുത്തിരുന്നു. ഇപ്പോൾ ആടിനെ കണ്ടപ്പോൾ ആടിനോട് വലിയ ഇഷ്ടം തോന്നിയത് കൊണ്ട് അവനെ കഴിക്കുന്ന ബിസ്ക്കറ്റ് കൊടുത്തതെന്ന് പറഞ്ഞ് അങ്ങനെ ശേഷം കുട്ടീനെ കൂട്ടി പോയി. അപ്പോൾ ഇവർ ആ കുട്ടിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ എടുത്ത് വെച്ചത് കൊണ്ടാണ് നമുക്ക് അറിഞ്ഞത്. അപ്പോൾ അവരോട് ഇവർ പറഞ്ഞെന്നല്ലെങ്കിൽ ഞങ്ങൾ മംഗലാപുരത്താണ്. ബിസ്ക്കറ്റിൽ നിന്ന് ലഭിച്ച തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ 13കാരനിലേക്ക് പോലീസിനെയും ആടിൻ്റെ ഉടമകളെയും കബളിപ്പിച്ച് കുട്ടിയുടെ മാതാവെത്തി അതിവിദഗ്ധമായി മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുട്ടിയെ കടത്തി. അപ്പോൾ ഈ ഉമ്മയുടെ നമ്പറും അവിടെ ആധാർ കാർഡ് കോപ്പിയും കൺട്രോൾ റൂമിൽ വാങ്ങി വെച്ചിരുന്നു. ആ നമ്പർ നമ്മളെ കയ്യിൽ കിട്ടി. നമ്പർ ഇട്ടിട്ട് പെണ്ണുങ്ങളെ നമ്മളൊന്ന് ഉപ്പളയിലോട്ട് വിളിപ്പിച്ച്, അപ്പോൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ 500 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. വേറൊരു നമ്പർ നമുക്ക് കിട്ടി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ പെണ്ണുങ്ങൾ ഉപ്പളയിൽ വന്നു. അപ്പോൾ നമ്മളെ കുമ്പള CIനോട് പറഞ്ഞ് ഇങ്ങനെ സംഭവമുണ്ട്, ഇങ്ങനെ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ വരുന്ന കൺഫേം ആയാലും ഞങ്ങളോട് വിളിച്ച് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഈ പെണ്ണുങ്ങൾ വിളിച്ച് പറഞ്ഞാൽ ഇന്ന് വരും രാവിലെ 8 മണിക്ക്, ഒരു 11 മണിയാകുമ്പോൾ ഉപ്പളയിൽ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ CIനോട് പറഞ്ഞ് CI വന്ന് CIയും പോലീസെല്ലാം വന്ന് ജീപ്പിൽ പെണ്ണുങ്ങളെയും പിടിച്ച് കൂട്ടിയിട്ട് കൊണ്ടുപോയി. മഞ്ചേശ്വരം സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഈ കുട്ടിയെ ചോദിച്ചപ്പോൾ പറയുന്നത് ഇതെൻ്റെ മകനെന്ന് പറയുന്നത്. ഇപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ സ്കൂളിലാണ്. അപ്പോൾ സ്കൂളിലെ ടീച്ചറെ നമ്പർ കൊണ്ടാന്ന് അറിയുമ്പോൾ വേറെ ആർക്കെല്ലാം ഇങ്ങനെ വിളിക്കുന്നുണ്ട്, നമ്പർ തരുന്നില്ല. ഒരു 2-2:30 മണിയാകുമ്പോൾ ഈ പെണ്ണുങ്ങൾ പറഞ്ഞ് നാളെ രാവിലെ 10 മണിക്ക് പയ്യനെയും കൂട്ടിയിട്ട് ഞാൻ ഈ സ്റ്റേഷനിലോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ വന്നില്ലെങ്കിൽ നിങ്ങളെ പിടിക്കുമെന്നെല്ലാം പറഞ്ഞ്
തീർച്ചയായിട്ടും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിൽ പോകാനും കാശില്ല എന്നും പറഞ്ഞപ്പോൾ നമ്മളൊരു 500 എടുത്ത് കൊടുത്ത്. അങ്ങനെ രാത്രി വിളിച്ചപ്പോൾ ഈ മൊബൈൽ സ്വിച്ച് ഓഫ്. പിന്നെ സിഐനോട് ഈ കഥ പറഞ്ഞപ്പോൾ ഈ മൊബൈൽ ഡീറ്റെയിൽ എടുത്തിരുന്നു. അപ്പോൾ അതിലൊരു 4 നമ്പർ നമുക്ക് തന്നിരുന്നു സി. ആ നമ്പറിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പിന്നെ നമുക്ക് ഒരു ഉടുപ്പിയിലെ ഒരു ചിക്കൻ കടയിലെ ഒരാളെ നമ്പർ കിട്ടി. ഗൂഗിൾ പേ നമ്പറിൻ്റെ വിവരങ്ങൾ മനസ്സിലായതോടെ ആടിനെ തേടി കർണാടകത്തിലെ ഒരു കോഴിക്കടയിലേക്ക്. അയാളോട് സംസാരിച്ചപ്പോൾ പിന്നെ ഈ മൊബൈലിൽ നിന്ന് ആ പെണ്ണുങ്ങളുടെ മൊബൈലിലോട്ട് കോൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇതെൻ്റെ ഒരു പയ്യനുണ്ട് ഇവിടെ ജോലിക്ക്, പിന്നെ കോഴിയെല്ലാം ഡെലിവറി ചെയ്യുന്നത്. ഇത് അവൻ്റെ എല്ലാം ഈ നമ്പറുള്ളത്, ഇതെൻ്റെ ഫോണാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ മുതലാളിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ അന്വേഷിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മുതലാളി ആ കുട്ടി മറ്റേ പണിക്കാരനോട് ചോദിച്ചപ്പോൾ വൈകുന്നേരം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രാത്രി അന്ന് വൈകുന്നേരം പിന്നെ അവിടുത്തെ മൊബൈലും കുറച്ച് പൈസ എടുത്തിട്ട് ഇവന് മുങ്ങി. അതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോയി പിന്നെ അതെല്ലാക്കി ഇവൻ്റെ വീട് അന്വേഷിച്ച് പോയിട്ട് ബ്രഹ്മാവരാന്ന് ഇവൻ്റെ വീടെന്ന് പറഞ്ഞ് അവിടെ പോയി വീട് കിട്ടി. അപ്പോൾ വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു 20 വയസ്സും 18 വയസ്സും തോന്നിക്കുന്ന 2 പെൺപിള്ളേരുണ്ട്. അപ്പോൾ അവരോട് ഈ ഫോട്ടോ കാണിച്ച്, ആ കുട്ടിയുടെ ഫോട്ടോ കാണിച്ച് ചോദിച്ച്, പിന്നെ ഉമ്മയുടെ ഫോട്ടോ കാണിച്ച് ചോദിച്ചു. അവരൊന്നും ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ആട്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ബാക്കിൽ. അങ്ങനെ ബാക്കിൽ ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഇഷ്ടം പോലെ ആട്, അതിലൊരു 5 എണ്ണം നമ്മളാടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു ബൈക്കിൽ 2 പേര് വരുന്നുണ്ടായിരുന്നു. അവർ വന്ന് അതേക്ക് വീട്ടിൻ്റെ അടുത്ത് നിർത്തിയപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ വീട്ടുകാരാന്ന് ചോദിച്ചു. അല്ലാന്ന് പറഞ്ഞു. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നത്, സ്കൂളിൽ ഇപ്പോൾ ഈ കുട്ടി വരാതെ ഒരു മാസമായി. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് ആ ഫോട്ടോ എടുത്ത് അവർ കാണിച്ചപ്പോൾ ഇതേ കുട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി. അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ ഞങ്ങൾ ആട് ഉള്ളത് കൊണ്ട് ബ്രഹ്മാവരം സ്റ്റേഷനിൽ പോയി. ബ്രഹ്മാവരം സ്റ്റേഷനിൽ പോയിട്ട് അവിടെ എസ്.ഐനോട് കഥയൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ് അവിടെ കേസായിട്ടുണ്ടെന്ന് വെച്ച്. ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാലും എഫ്.ഐ.ആറിൻ്റെ ഒരു കോപ്പി ഉണ്ടായാലും നിങ്ങൾ ആട്ടിനെ ഞങ്ങൾ എടുത്ത് തരാം, നിങ്ങൾ കൊണ്ടുപോയിക്കോ. അങ്ങനെ വിളിച്ചിട്ട് കുമ്പളയിൽ സിഐനെ ഞങ്ങൾ വിളിച്ച് ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. കോപ്പി ഉണ്ടെങ്കിൽ അവർ ആട്ടിനെ തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒറ്റൊരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഒരു റെസിപ്റ്റ് നമുക്ക് അയച്ചു. അപ്പോൾ ഈ റെസിപ്റ്റ് അവരെ കാണിച്ച് പറഞ്ഞു ഇത് വെറും ഒരു റെസിപ്റ്റാണ്, ഇതിൽ നമുക്കൊന്നും ആടിനെ അവിടെ നിന്ന് എടുക്കാനൊന്നും പറ്റില്ല. നിങ്ങളിന്ന് എത്ര ലേറ്റ് ആയാലും സാറില്ല, നിങ്ങൾ അവിടെയല്ലേ കുമ്പളയിലല്ലേ കംപ്ലയിൻറ്റ് കൊടുത്തത്, അവിടെ നിന്ന് ഒരു പോലീസിനെ കൂട്ടി ഇങ്ങ് വന്നാൽ മതി, നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ ഇവിടെ വിളിച്ചിട്ട് ഞങ്ങൾ സീനോട് ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് അവരെ എന്തെങ്കിലും കുറച്ചും ഡീറ്റെയിൽ ഒന്ന് കളക്ട് ചെയ്തിട്ട് കിട്ടുന്നെങ്കിൽ വന്നു. കർണാടകത്തിലെ ബ്രഹ്മാവർ രംഗാനഗറിലെ പള്ളിയിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ച അബ്ബാസും കൂട്ടരും ആ കഥ കേട്ട് ശരിക്കും ആശ്ചര്യപ്പെട്ടു. എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിലും സമീപത്തെ വീടുകളിലും സൗജന്യമായി മോഷ്ടാക്കൾ മട്ടൻ ബിരിയാണി എത്തിക്കും. അങ്ങനെ ആ വീടിൻ്റെ ഇവർ വാടക വീട്ടിലാണ് താമസം, സിംഗിൾ വാടക വീട്ടിലാണ് ഇവരുള്ളത്. അങ്ങനെ ആ വീട്ടിൻ്റെ മുതലാളിൻ്റെ അടുത്ത് പോയി അവരോട് സംസാരിച്ച് കഥയെല്ലാം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് ആടെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്, ഇങ്ങനൊന്നും നമുക്കറിയില്ല. അപ്പോൾ എഗ്രിമെൻറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവരെ ഉണ്ട് ആര്. അപ്പോൾ എന്നാലും ഞങ്ങൾ ഗൂഗിൾ പേ പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങളുടെ പേരിലാണ് എഗ്രിമെൻ്റ് ഉള്ളത്. ആ എഗ്രിമെൻ്റിൽ നിന്ന് ഞങ്ങൾ ഈ പെണ്ണുങ്ങളെ ആധാർ കാർഡ് കോപ്പി പിന്നെ എടുത്ത് പിന്നെ വേറെ ഈ പയ്യൻ്റെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ട് റിമാൻഡിലുള്ള പയ്യൻ്റെ ഒരു ലൈസൻസിൻ്റെ കോപ്പി നമുക്ക് കിട്ടി. അതും കൊണ്ട് നമ്മളിങ്ങോട്ട് വന്നു. അപ്പോൾ അവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അതിന് 3 വണ്ടിയുണ്ട്, 3 കാറാണ്. അപ്പോൾ ഇതേ കാര്യം കുമ്പള സിഐനോട് പറയുമ്പോൾ സിഐ പറഞ്ഞ് നിങ്ങൾക്ക് ആ വണ്ടിയുടെ നമ്പർ ഒന്ന് കിട്ടുന്നെങ്കിൽ നിങ്ങളൊന്ന് കളക്ട് ചെയ്തിട്ട് വാങ്ങും. പിന്നെ തിരിച്ച് വീണ്ടും പോയി അവിടെ 2 വണ്ടിയുടെ നമുക്ക് കിട്ടി. അങ്ങനെ ആ നമ്പർ കൊടുത്തിട്ട് ആ നമ്പർ ടോൾ ഗേറ്റിൽ അന്വേഷിച്ചപ്പോൾ അതിലൊരു വണ്ടി ഈ നമ്മളെ കളവ് പോയ എല്ലാ ദിവസവും ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യം പിന്നെ നവംബർ 1-നാണ് പോയത്, പിന്നെ അത് 14 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും പോയി, പിന്നെ അത് 15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പോയി. അങ്ങനെ ടോട്ടൽ 14 ആടാണ് നമുക്ക് മിസ്സായിട്ടുള്ളത്. അതിൽ ഏകദേശം ഒരു 5 ആടിനെയാണ് നമ്മളവിടെ കണ്ടത്. ആദ്യം കൊണ്ടുപോയ വലിയ ആട് കണ്ടിട്ടില്ല. അവിടെ ടോൾ ഗേറ്റിൽ വണ്ടി പാസ്സായെന്ന് പറഞ്ഞ് എന്നിട്ട് അവർക്ക് കേസ് എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു സി. അപ്പോൾ ഇവിടെ ഇലക്ഷൻ്റെ ഇത് പിന്നെ ഡിക്ലെയർ ചെയ്തതുകൊണ്ട് സി ഐ ഇവിടുന്ന് സ്ഥലം മാറി. അങ്ങനെ ഞങ്ങൾ നേരെ SP ഓഫീസിൽ പോയി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവിടെ കേസ് എടുത്ത് നമുക്ക് റെസിപ്റ്റ് തന്നു. എന്നിട്ട് കുമ്പളയിലോട്ട് വിളിച്ച് പറഞ്ഞു. എന്നിട്ട് കുമ്പളയിലോട്ട് വിളിച്ച് പറഞ്ഞപ്പോൾ പിന്നെയും അതിനൊരു യാതൊരു ഇതുണ്ടായില്ല. പിന്നെ DSPൻ്റെ അടുത്ത് പോയി. DSPൻ്റെ അടുത്ത് 2 പ്രാവശ്യവും SP-ൻ്റെ അടുത്ത് 2 പ്രാവശ്യം പോയതിന് ശേഷമാണ് ഇവർ കേസെടുത്തത്. കേസെടുത്ത് പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ പോയി. ആ സമയത്ത് റഫീഖ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പോലീസിനെ കാണുമ്പോൾ അവൻ ഡോർ തുറന്ന് ഓടിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് കേസായിട്ട് പോയിട്ട് രാത്രി വീട് കയറിയപ്പോൾ മറ്റേ ഈ സക്കുള്ള എന്ന് പറയുന്നവനെ കിട്ടി. പിന്നെ ഈ മെയിൻ റഫീഖ് എന്ന സാദിക്കും വണ്ടിയും അവിടെ ഉണ്ടായില്ല. പിന്നെ നിലവിൽ നമ്മൾ 5 ആട് അവിടെ ഉണ്ടായിരുന്നു. 5 ആടിനെ പോലീസ് കൊണ്ടുവന്നില്ല. പിന്നെ അതിൻ്റെ ഒരു കാര്യം ഒന്നും ക്ലിയർ ആയിട്ടില്ല. മോഷ്ടാക്കളെ പിടികൂടാൻ അബ്ബാസും കുടുംബവും ഇതുവരെ സഞ്ചരിച്ചത് 2000 കിലോമീറ്റർ. ഏകദേശം
30,000-ഓളം രൂപ ഇതിനായി ചെലവഴിച്ചു. കേരള പോലീസിന്റെ സാമർഥ്യം കൂടി തുണച്ചാൽ പ്രധാന പ്രതിയും കുടുങ്ങും.